ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ കർത്താവെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്നയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. സൂസന്നയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ട് അവളെ ജനമുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് അവളുടെ ജീവന് വില പറയുന്ന ന്യായാധിപന്മാരെ നോക്കിക്കൊണ്ട് സൂസന്ന പറയുന്നുണ്ട്, ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ സമ്പൂർണമായിട്ടും നീതിയോടുകൂടി ജീവിക്കുകയും തനിക്കെതിരെ കുറ്റം വിധിച്ചവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഓരോരുത്തരും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവ ആത്മാവ് നമ്മളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു. ദുഷ്ടൻ മരിക്കുന്നതിലല്ല, ദുഷ്ടമാർഗത്തിന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന് കർത്താവ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാൻ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ സമ്പൂർണ്ണമായിട്ടും അനുഗമിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നാം ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ലെന്ന് നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ലോകത്തിൻ്റെ പ്രകാശമാണ് അവിടുന്ന്. ആ പ്രകാശത്തിൽ ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്നും ആ പ്രകാശത്തിലാണ് നാം ജീവിക്കേണ്ടതെന്നും നമ്മെ ഓരോരുത്തരെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നമ്മെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രകാശമാണെന്നും എന്നിലുള്ള നമ്മൾ അന്ധകാരത്തെ എടുത്തു മാറ്റിക്കൊണ്ട് എന്നെ പ്രകാശിപ്പിക്കണമേ എന്നും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മ സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.